മലയാളത്തിന്റെ സാഹിത്യ ലോകത്തിന്റെ മുഴുവൻ തലവര മാറ്റി കുറിക്കുന്നതായിരുന്നു. ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ രചനകളും. ഇന്നത്തെ സമൂഹത്തിന് അറിയുക പോലുമില്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവും ഒരു കാലഘട്ടത്തിന്റെ ഭൂമികയും ഭൗതിക സാഹചര്യങ്ങളും സംസ്കാരവുമെല്ലാം, സംസ്കാരത്തിനും അതിനപ്പുറം അക്കാലത്തെ മനുഷ്യരുടെ വ്യഥകളും ചിന്തകളും വരെ അടയാളപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ രചനകളും. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തെയും അടയാളപ്പെടുത്തുന്നതാണ് MT വാസുദേവൻ നായരുടെ ഓരോ രചനകളും. ബാല്യകാലത്തിൽ അദ്ദേഹം അനുഭവിച്ച അനാഥത്വം മുതൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ മനുഷ്യരും എവിടെയെല്ലാമോ MT വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളെ സ്വജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും. അത്രമാത്രം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കഥാകാരൻ ഉണ്ടാവില്ല, മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടാവില്ല. കാലവും ജീവിതവും എല്ലാം ഇവിടെ ഒരുപോലെ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയില്ല MT എന്ന അക്ഷര തേജസ്. മലയാളത്തിന്റെ ഭാഷാപിതാവ് കുഞ്ചത്തെഴുത്തച്ഛൻ ഇന്ന് മലയാളത്തിന്റെ മനസ്സിൽ ഓർമ്മിക്കപ്പെടുന്നത് കുഞ്ചൻ സ്മാരകത്തിലൂടെയാണ്. ആ സ്മാരകത്തിന് ജീവൻ കൊടുത്തതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. എതിർപ്പുകളെയും പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും എല്ലാം മറികടന്ന്, എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സ്വജീവിതം കൊണ്ട്, സ്വന്തം കരുത്തുകൊണ്ട്, സ്വന്തം സ്വാധീനം കൊണ്ട് MT പടുത്തുയർത്തിയതാണ് കുഞ്ചൻ സ്മാരകം. 1993 മുതൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ മലയാള ഭാഷാപിതാവിന്റെ അടയാളമായി ലോകം കണ്ടു തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ഈ അവസ്ഥയിൽ, ഈ നിലയിൽ ഭാഷയെയും ലോകത്തെയും എല്ലാം അടയാളപ്പെടുത്തി വെക്കുന്നതും അതിന് പിന്നിലെ ചാലകശക്തിയും MT വാസുദേവൻ നായരായിരുന്നു. ഇക്കാലയളവിൽ അദ്ദേഹം കടന്നുപോയ വിവാദങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, പ്രക്ഷോഭങ്ങളുണ്ട്. പക്ഷേ ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം, സാഹിത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം, തന്റെ ജീവിതം കൊണ്ട് MT അടയാളപ്പെടുത്തിയ ഈ ചിത്രങ്ങളെ ഇന്ന് പുതിയ തലമുറ പോലും ആദരിക്കുകയാണ്. കാരണം ഇന്ന് ഇന്ത്യൻ സ്മാരകം എന്നത് MTയുടെ കൂടി അടയാളമാവുന്ന കാഴ്ചയാണ്, സാഹചര്യമാണ്. മറ്റൊരു സാഹിത്യകാരനും മലയാള സാഹിത്യത്തെ ആധുനിക കാലത്തും അതിനു മുൻപും ഇത്രത്തോളം അടയാളപ്പെടുത്തി കാണില്ല. അദ്ദേഹത്തിന്റെ രചനകളിൽ നമ്മൾ കണ്ടിരുന്ന ഒരു അടയാളപ്പെടുത്തലുണ്ട്. അത് ഓരോ കാലഘട്ടത്തെയും, ഓരോ വ്യക്തികളെയും, ഓരോ സമൂഹത്തെയും, ഓരോ അവസ്ഥകളെയും വരച്ചു കാട്ടുന്നതായിരുന്നു. MTക്ക് പകരം വയ്ക്കാൻ മലയാള സാഹിത്യത്തിലും വിശ്വസാഹിത്യത്തിൽ പോലും ആരുമില്ലെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വാർദ്ധക്യത്തിന്റെ അനാരോഗ്യവും മറ്റു പ്രശ്നങ്ങളെല്ലാം വേട്ടയാടുമ്പോഴും അദ്ദേഹം ലോക സാഹിത്യത്തിലെ രചനകൾ തേടിപ്പിടിച്ച് വായിച്ചിരുന്നു, മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു, ഉൾക്കൊള്ളാൻ ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ തൂലികയിൽ ഇനിയും ജന്മം കൊടുക്കാൻ ഒരുപാട് സാഹിത്യരചനകൾ ഇപ്പോഴും ശേഷിക്കുമായിരിക്കും. പക്ഷെ അതെല്ലാം ഇനി മലയാള സാഹിത്യത്തിന് പിറക്കാതെ പോയ അമൂല്യ രചനകളായി ശേഷിക്കും.